കേരളത്തിൽ എക്സിറ്റ് പോൾ നൽകുന്ന സൂചന എന്തായാലും UDF ഭരണത്തിലേക്ക് തിരിച്ചെത്തുന്നു എന്നുള്ളതാണ്. LDFന് ഭരണ തുടർച്ച കിട്ടില്ല എന്ന് തന്നെയാണ് അല്ലെ? അങ്ങനെയുള്ള വിലയിരുത്തൽ തന്നെ നടത്തേണ്ടി വരും ഈ എക്സിറ്റ് പോൾ ഫലങ്ങളുടെ ആകെത്തുക വെച്ച് നോക്കുമ്പോൾ. തീർച്ചയായും അതാണ് ഏറ്റവും പ്രധാനപ്പെട്ട ഒന്ന്. ഇതുവരെ പുറത്തു വന്ന 7 എക്സിറ്റ് പോൾ ഫലങ്ങളിൽ ഒന്നുപോലും LDFന് അധികാര തുടർച്ച പ്രവചിക്കുന്നില്ല. അത് പ്രധാനമായും UDFന് ഭരണം കിട്ടുമെന്ന് പറയുമ്പോഴും ചില എക്സിറ്റ് പോൾ സർവേ ഫലങ്ങൾ ഒരു നെക്ക് ടു നെക്ക് ഫൈറ്റിൻ്റെ സൂചനകൾ നൽകുന്നു. അതെന്ത് സൂചനകളാണ്, ഏത് തരത്തിലുള്ള ഫലം ഉണ്ടാക്കുമെന്നുള്ളതൊക്കെ നമുക്ക് കാത്തിരുന്ന് കാണണം. 4-ാം തീയതി വരെ അതുമായി ബന്ധപ്പെട്ട് കാത്തിരിക്കണം. പക്ഷേ പലപ്പോഴും നമുക്ക് വിശ്വാസ്യത കൂടുതൽ ഈ സർവേ ഫലങ്ങളെക്കാൾ കൂടുതൽ എക്സിറ്റ് പോൾ ഫലങ്ങൾക്കാണ്. കഴിഞ്ഞ തവണ പുറത്തു വന്ന 11-ൽ 6 എക്സിറ്റ് പോൾ ഫലങ്ങളും LDFന് അനുകൂലമായാണ്. 2021-ൽ അധികാരം LDFന് ലഭിക്കും എന്നാണ് പ്രവചിച്ചത്. അത് വളരെ കൃത്യമായി തന്നെ സംഭവിക്കുകയും ചെയ്തു. പക്ഷേ ഇത്തവണ എല്ലാ എക്സിറ്റ് പോൾ ഫലങ്ങളും UDFന് അനുകൂലമായി വരുമ്പോൾ മറിച്ച് ചിന്തിക്കേണ്ട സാഹചര്യം തൽക്കാലം കേരളത്തിലില്ല എന്നുകൂടി വേണം മനസ്സിലാക്കാൻ. UDF നേതാക്കൾ പറയുന്നത് ഇതിനേക്കാൾ മികച്ച ഒരു 100 സീറ്റുകൾ കിട്ടാൻ പോകുന്നു എന്നാണ്. അതിന് കാരണവുമുണ്ട്. ഇപ്പോൾ ഈ എക്സിറ്റ് പോൾ ഫലങ്ങൾ നോക്കുകയാണെങ്കിൽ ചിലപ്പോൾ മെജോറിറ്റി മാർക്കിലേക്ക് എത്താൻ ബുദ്ധിമുട്ട് UDF നേരിടുന്നുണ്ടോ, കഷ്ടിച്ച് കേവല ഭൂരിപക്ഷത്തിലേക്ക് വരുന്നതാണോ എന്നുള്ളൊരു പ്രതീതി ഉണ്ടാകും. പക്ഷേ ഷാക്കിർ നേരത്തെ പറഞ്ഞത് അങ്ങനെയല്ല, അതിനും അപ്പുറത്തുള്ള കാര്യങ്ങൾ സംഭവിക്കുന്നു എന്നുള്ളതാണ്. പക്ഷേ ഷാക്കിർ, നിങ്ങൾ പറയുന്ന മറ്റൊരു കാര്യമുണ്ട്, ഈ ഡീലുകളുടെയും മറ്റും കാര്യം പറയുന്നുണ്ട്. പക്ഷെ അങ്ങനെ വരുമ്പോൾ ഇതിനേക്കാൾ മോശമാകുവാനുള്ള സാഹചര്യമല്ലേ ഉണ്ടാവുക? അവിടെ ഈ നിങ്ങൾ പറയുന്ന LDFും BJPയും തമ്മിലുള്ള ഒരു അണ്ടർസ്റ്റാൻഡിംഗ് ഉണ്ടെങ്കിൽ ഇപ്പോൾ പറയുന്ന എക്സിറ്റ് പോൾ ഫലങ്ങളുണ്ടല്ലോ, അതിനേക്കാൾ കുറഞ്ഞ മാർജിനിലേക്ക് UDF പോകും എന്നല്ലേ പറയേണ്ടി വരിക? വിലയിരുത്തൽ വരുമ്പോൾ അങ്ങനെയല്ലേ? നിങ്ങളുടെ ആ ഒരു ആശങ്ക അങ്ങനെയാണെങ്കിൽ പ്രകടനം മോശമാവുകയല്ലേ ചെയ്യുകയുള്ളൂ? ഷാക്കിറില്ലേ? ഷാക്കിറിന് കേൾക്കാമോ? ഇല്ല, അദ്ദേഹമില്ല. ഷാക്കിറുണ്ട് അല്ലേ? കട്ടായിപ്പോയി. ശ്രീ ജേക്കബ് ജോർജ്, അങ്ങനെയല്ലേ? ഇപ്പോൾ ഷാക്കിർ നേരത്തെ പറഞ്ഞപ്പോൾ ഞാനത് കേൾക്കുകയായിരുന്നു, നേരത്തെ അദ്ദേഹം പറഞ്ഞത്. അപ്പോൾ ചോദിക്കാൻ പറ്റിയില്ല. ഈ അടിയൊഴുക്കുകൾ ഉണ്ട് എന്ന് അവർ തന്നെ സംശയിക്കുകയാണ്, അവിടെ ഒരു ഡീലുണ്ട് എന്ന്. അങ്ങനെ വരികയാണെങ്കിൽ എക്സിറ്റ് പോൾ ഫലങ്ങൾ പോലെ ആയിരിക്കുകയില്ലല്ലോ. UDFിന്റെ പ്രകടനം അതിനേക്കാൾ മോശമാവുകയല്ലേ ചെയ്യുകയുള്ളൂ? അങ്ങനെയാണ് വരേണ്ടത്. തിയററ്റിക്കലി അങ്ങനെയാണ് വരേണ്ടത്. നമ്മളൊക്കെ പറഞ്ഞ കണക്കനുസരിച്ച് BJPയുടെ ഒരു ചെറിയ ശതമാനം വോട്ട് ഷിഫ്റ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ, ഇടതുപക്ഷത്തിന് അനുകൂലമായിട്ട് മാറിയിട്ടുണ്ടെങ്കിൽ ഇതല്ല വരേണ്ടത്. അപ്പോഴങ്ങനെ ഒരു സംഭവം നടന്നിട്ടുണ്ട് എന്നെനിക്ക് തോന്നുന്നില്ല. പക്ഷെ ഒരു കാര്യമുണ്ട്, 42 സീറ്റിൽ നിന്ന് ഒരു 72-75 സീറ്റിലേക്ക് UDF ഉയരണമെങ്കിൽ കേരളത്തിലെ വോട്ടർമാരുടെ ഇടയ്ക്ക് നമ്മൾ കാണാത്ത ഒരു വേവ് ഉണ്ടായിരുന്നു. 32-35 സീറ്റ് അധികം നേടിയെങ്കിൽ മാത്രമേ. ഇപ്പോൾ ഉദാഹരണത്തിന് തൃശ്ശൂർ ഒറ്റ സീറ്റാണ് UDFന് കിട്ടിയത്. അതേപോലെ പല ജില്ലകളിലും തിരിച്ചു നോക്കുകയാണെങ്കിൽ കണ്ണൂർ, കോഴിക്കോട്, കാസർഗോഡ്, കോഴിക്കോട് UDFന് എന്താ ഉണ്ടായിരുന്നത്? അല്ല, അവിടെ വടക്കൻ കേരളത്തിൽ ഈ നമ്മുടെ സർവേ വലിയ മേധാവിത്വം പറയുന്നുണ്ട്. UDFന് മേധാവിത്വം ഉണ്ടാകുന്ന പ്രധാനപ്പെട്ട മേഖല വടക്കൻ കേരളമാണ്. അത് ജേക്കബ് ജോസ് പറയുന്നത് കഴിഞ്ഞ തവണത്തേക്കാൾ വലിയ രീതിയിൽ സീറ്റ് വർധന UDFന് ഉണ്ടാകണം. അങ്ങനെ വരുമ്പോൾ അതൊരു തരംഗമായിരിക്കും എന്നുള്ളതാണ് അല്ലേ? ഉണ്ടായിട്ടുണ്ട്. അത് അങ്ങനെ വരുമ്പോൾ UDFന് നമ്മൾ കാണാത്ത, അവർ പോലും കാണാത്ത ഒരു തരംഗം ഉണ്ടായിട്ടുണ്ട്. VD സതീശന് ഈ 100 സീറ്റ് എന്നൊക്കെ പറയുമ്പോൾ ഒരു പക്ഷേ ഈ ഒരു വ്യത്യാസം അദ്ദേഹം നേരിട്ട് കണ്ടിട്ടുണ്ടാവാം. പത്തനംതിട്ട ഉദാഹരണത്തിന് പത്തനംതിട്ട ജില്ലയിൽ കഴിഞ്ഞ തെരഞ്ഞെടുപ്പിലും അതിന് മുൻ തെരഞ്ഞെടുപ്പിലും 5 സീറ്റാണ് കിട്ടിയിരുന്നത്. ഇപ്പോൾ ഈ സർവേയിലൊക്കെ 1 സീറ്റൊക്കെ വ്യത്യാസമേ പറയുന്നുള്ളൂ. 1 സീറ്റ് UDFന് കിട്ടാം, പരമാവധി 2 സീറ്റ് കിട്ടാം. 2 സീറ്റ് കിട്ടുമ്പോൾ തന്നെ അത് ഇടതുപക്ഷ മുന്നണിക്ക് വലിയ അടിയാണ്. 5 സീറ്റ് 5-ൽ 5 കിട്ടിയിരുന്നിടത്ത് UDF 2 സീറ്റ് നേടുകയാണെങ്കിൽ അത് ഇടതുപക്ഷ മുന്നണിക്ക് വലിയ ആഘാതമാണ്. അവിടെ ഒരു മന്ത്രി മത്സരിക്കുന്നുണ്ട്, ആറന്മുള മണ്ഡലത്തിൽ വീണ ജോർജ് ആരോഗ്യമന്ത്രി മത്സരിക്കുന്ന ഒരു ജില്ലയാണ്. അതുപോലെ പല ജില്ലകളിലും മന്ത്രിമാർ മത്സരിക്കുന്നുണ്ട്.
അതൊക്കെ കോൺഗ്രസ് ഇതുപോലെ സീറ്റുകൾ നേടുകയാണെങ്കിൽ 30-ൽ-അധികം സീറ്റുകൾ തിരിച്ചു പിടിക്കാൻ യു ഡി എഫിന് കഴിഞ്ഞാൽ അത് യു ഡി എഫിനെ സംബന്ധിച്ചൊരു നേട്ടമാണ് എന്ന് തന്നെ പറയും. അത് മാത്രമല്ല ഈ ആ ഒരു നേട്ടമുണ്ടാക്കുന്ന അതിലേക്കാണ് ഇതിനെ ചൂണ്ടുന്നത് എംഎൽഎമാർ തോക്കും, മന്ത്രിമാർ വരെ തോൽക്കുവാനുള്ള സാഹചര്യം അവിടെ നിൽക്കുകയുമാണ്. ഞാൻ താങ്കൾ നേരത്തെ അത് ശ്രദ്ധിച്ചു കാണില്ല, താങ്കൾ അന്നേരം ലൈവിൽ ഇല്ലായിരുന്നു. ഇപ്പോൾ മേഖലയനുസരിച്ച് നോക്കുകയാണെങ്കിൽ വടക്കൻ കേരളത്തിൽ യു ഡി എഫിന് 45.1% വോട്ടുകളും എൽ ഡി എഫിന് 39.1%. അതായത് 6% വോട്ടുകൾ യു ഡി എഫിന് കൂടുതൽ കിട്ടുമെന്നുള്ളതാണ്. അതായത് കാസർഗോഡ് മുതൽ മലപ്പുറം വരെയുള്ള ജില്ലകളാണ്, 5 ജില്ലകളാണ്. പക്ഷേ മധ്യ കേരളത്തിൽ ടൈ ആണ്, 41.5, 40.5. 1% യു ഡി എഫിന് കൂടും. ക്രിസ്ത്യൻ കൺസോളിഡേഷൻ ഉണ്ട് മധ്യ കേരളത്തിൽ. എന്നിട്ടും തെക്കൻ കേരളത്തിൽ ടൈറ്റസ്റ്റ് ആണ്. അതായത് ഏറ്റവും ടൈറ്റ് മത്സരം തെക്കൻ കേരളത്തിൽ 39.8 യു ഡി എഫിന്, 39.3 എൽ ഡി എഫിന്. അവിടെ ബി ജെ പിക്ക് 17%, തെക്കൻ കേരളത്തിലെ 4 ജില്ലകൾ. അപ്പോൾ ഇത് താങ്കൾ ശരിവെക്കുന്നുണ്ടോ? ഇതാണ് വോട്ട് വൈബിന്റെ എക്സിറ്റ് പോളിൽ പറയുന്നത്, ഈ ശതമാനക്കണക്ക്. അല്ല, ഇതുപോലെ ഒരു ശതമാനക്കണക്ക് വന്നെങ്കിൽ മാത്രമേ ഈ റിസൾട്ട് ഇതുപോലെ വരികയുള്ളൂ. കാരണം തെക്കൻ കേരളത്തിലെ അത് കഴിഞ്ഞ തെരഞ്ഞെടുപ്പിലൊക്കെ ഇടതുപക്ഷ മുന്നണി തൂത്തുവാരിയിടത്ത് ഒരു കട്ടയ്ക്ക് നിന്നെങ്കിൽ മാത്രമേ അത് മേക്കപ്പ് ചെയ്യാൻ പറ്റൂ. കഴിഞ്ഞ തവണത്തെ പോലെ താഴോട്ട് പോകാൻ നടക്കത്തില്ല. അതുകൊണ്ട് ഇത് രണ്ടും യോജിച്ച് പോകുന്നുണ്ട് എന്നാണ്. ഈ പെർസെൻറ്റേജിലുള്ള വളർച്ച ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ ഒരു തുല്യനിലയിലേക്ക് താണു പോവുകയാണ്. ഇടതുപക്ഷ മുന്നണി തുല്യതയിലേക്ക് യു ഡി എഫിലേക്ക് താണിറങ്ങുമ്പോൾ യു ഡി എഫിൻ്റെ ഒരു കയറ്റമാണ് ഉണ്ടാകുന്നത്. ഈ ഫിഗേഴ്സ് നോക്കുകയാണെങ്കിൽ അത് യു ഡി എഫിന് അനുകൂലമാണ്. കാരണം 5 സീറ്റ് എന്നുള്ളത് 10 സീറ്റായിട്ട് മാറണമെങ്കിൽ അതിനകത്തൊരു മാറ്റമുണ്ട്. ജനങ്ങളുടെ ഒരു വോട്ടിംഗ് ഷിഫ്റ്റുണ്ട്. ആ ഷിഫ്റ്റ് ഫലപ്രദമായിട്ട് വ്യാപകമാവുകയാണെങ്കിൽ യു ഡി എഫ് ജയിക്കുക തന്നെ ചെയ്യും, സംശയമൊന്നുമില്ല. എം എസ് വേണുഗോപാൽ, ഇവിടെ ബി ജെ പിയുടെ വോട്ട് ഷെയർ അത്ര കണ്ട് കൂടുന്നില്ലല്ലോ, അല്ലേ? 14% പോലും എത്തുന്നില്ല. അപ്പോൾ സീറ്റിലേക്ക് കൺവെർട്ട് ചെയ്യുവാനും ബുദ്ധിമുട്ടുണ്ടാവുകയില്ലേ ഇത്? ഇപ്പോൾ വോട്ട് വൈബ് പറയുന്നത് 4 വരെയാണ്, 0 മുതൽ 4 വരെയാണ്. മറ്റ് ചില എക്സിറ്റ് പോളുകൾ, ഇപ്പോൾ ചാണക്യയുടേതൊക്കെ 7 വരെയൊക്കെ പറയുന്നു, 3 മുതൽ 7 വരെ. അതെ. അപ്പൊ പക്ഷേ ഈ 14.1% കൊണ്ട് അത് സാധ്യമാകുമോ? പക്ഷേ അവർക്ക് സീറ്റുകളുണ്ട്, അല്ലേ? അത് ആവറേജ് പറയുന്നതാണ്. പക്ഷേ തെക്കൻ കേരളത്തിൽ 17% പിന്നെ ബി ജെ പിക്ക് ഉണ്ടെന്ന്, അല്ലെങ്കിൽ എൻ ഡി എക്ക് ഉണ്ടെന്ന് നിങ്ങൾ തന്നെ സമ്മതിച്ചു. അത് വരുന്നിടത്ത് അവർക്ക് സീറ്റുകൾ നേടാനോ 2ാം സ്ഥാനത്ത് എത്താനുള്ള സാധ്യത കൂടുതലാണ്. അപ്പോൾ തെക്കൻ കേരളത്തിലാണ് യു ഡി എഫിൻ്റെ ബി ജെ പിയുടെ ഏറ്റവും വലിയ സ്ട്രെങ്ത് വരുന്നത്. അവിടെയായിരിക്കും അവർ ഏറ്റവും കൂടുതൽ സീറ്റുകളും നേടുന്നത്. അതേസമയം ഈ മധ്യ കേരളത്തിലും വടക്കും ബി ജെ പിയുമായിട്ട് ഒരു അന്തർധാര ഉണ്ടായിട്ടുണ്ടെന്ന് ഞാൻ വിശ്വസിക്കുന്നില്ല. അന്തർധാര ഉണ്ടായിട്ടുണ്ടായിരുന്നെങ്കിൽ ക്രിസ്ത്യൻ സമുദായത്തിന്റെ വേണുഗോപാൽ, ക്രിസ്ത്യൻ സമുദായത്തിന്റെ വോട്ടുകളിൽ 7.5% മാത്രമാണ് ബി ജെ പിക്ക് അനുകൂലമായി പോൾ ചെയ്തിട്ടുള്ളത്. അപ്പോൾ അവർ പ്രതീക്ഷിക്കുന്ന പാലായിലും പൂഞ്ഞാറിലും കാര്യങ്ങൾ കഷ്ടമാണ്. കൂടുതൽ വാർത്തകൾക്ക് News 18 കേരളം യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.